നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിന് 85 വയസ്സ് തികയാണ്. അപ്പോൾ യേശുദാസ് എന്ന് പറയുമ്പോൾ പല പേരുകളാണ്. ദാസേട്ടൻ എന്ന് വിളിക്കും, ഗാനഗന്ധർവൻ എന്ന് വിളിക്കും. അപ്പോൾ യേശുദാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതാണ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. യേശുദാസിന് ശരിക്ക് ഗാനഗന്ധർവൻ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു പേരിട്ടത് ശരിക്കും നമ്മുടെ മഹാകവി ജി ശങ്കരക്കുറുപ്പാണ്. അതായത് ഒരു 70കളുടെ തുടക്കം. ഇപ്പോൾ ആ ഒരു സമയത്ത് ഒരു യേശുദാസിനെ ആദരിക്കുന്ന ഒരു ചടങ്ങോ ഒരു ഗാനമേളയും പരിപാടിയിൽ അവിടെ വെച്ചിട്ടാണ് യേശുദാസിന്റെ പുകഴ്ത്തി സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം പറഞ്ഞത് മലയാളത്തിന്റെ നമ്മുടെ ഗാനഗന്ധർവൻ എന്നൊക്കെ. പിന്നെ ആ ഒരു പേര് തന്നെ നമ്മൾ യേശുദാസ് എന്ന് പറയുമ്പോൾ ഡോക്ടർ കെ ജെ യേശുദാസ്, പത്മഭൂഷൺ കെ ജെ യേശുദാസ്, പല പേരുകൾ പറയുമ്പോൾ നമ്മൾ ഗാനഗന്ധർവൻ, നമ്മുടെ ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് യേശുദാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് റെക്കോർഡുകളുണ്ട് ശരിക്ക് യേശുദാസിന്. അതെനിക്ക് തോന്നുന്നു ഇനി ലോകത്ത് ഒരു 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 എന്താ പറയുക ഒരു ഗായകനും എന്താ പറയുക അങ്ങനത്തെ ഒരു ആ ഒരു റെക്കോർഡൊന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഏകദേശം 50,000 മുതൽ 70,000-ഓളം ഗാനങ്ങൾ, അതിൽ ഭാഷകൾ എന്ന് പറഞ്ഞാൽ മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്ക്, റഷ്യൻ, അറബിക്, ബംഗാളി, ഇംഗ്ലീഷ് എല്ലാ ഭാഷയിലും പാടിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ തവണ നാഷണൽ അവാർഡ് കിട്ടിയ ഈ സിംഗർ, അതായത് 8 പ്രാവശ്യമാണ് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത് പാട്ടിന്. അത് വേറൊരാൾക്കും ഇനി കിട്ടും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കിട്ടുന്നില്ല. കാരണം ഇപ്പം നമുക്കറിയാം ഓരോ ദിവസവും ഗായകർ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ഗായകർ വരുന്നു, ആർക്കും പാടാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ദിവസം ഏകദേശം 16 പാട്ടുകൾ പല ലാംഗ്വേജസിൽ പാടിയ ഒരു റെക്കോർഡ് യേശുദാസിനുണ്ട്. പിന്നെ സ്റ്റേറ്റ് അവാർഡ്, അതായത് പല സ്റ്റേറ്റ്സിൽ നിന്ന് കൂടിയിട്ട് 36 തവണയാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതിൽ 25 തവണയും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അത്രയധികമാണ് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം ഇവിടെ നമ്മുടെ എറണാകുളം ജില്ലയിൽ വളരെ എന്താ പറയുക കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തൊക്കെ അതിൻ്റെ അച്ഛൻ ഈ പറഞ്ഞ പോലെ ഈ സംഗീതജ്ഞനൊക്കെ ആയിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അന്നത്തെ കാലത്തൊക്കെ ഒരുപാട് പേര് അനുഭവിച്ച ബുദ്ധിമുട്ടൊക്കെ തന്നെ അനുഭവിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം വളർന്ന് കഷ്ടപ്പെട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് നമുക്കറിയാം ശരിക്കും ഒരു ഞാനവിടെ വായിച്ചു ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ട് എവിടെയോ ഞാൻ വായിച്ചു. അതായത് ആദ്യമായിട്ട് പാൻ ഇന്ത്യൻ എന്നൊക്കെ പറയണം, ശരിക്കും ഒരു പാൻ ഇന്ത്യൻ തന്നെയായിരുന്നു. കാരണം ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ പോയ ഒരു സിംഗർ തന്നെയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ ഈ ഹിന്ദിയിലൊക്കെ പാടാൻ പോയപ്പോൾ അവിടെ അദ്ദേഹത്തിന് കുറച്ച് അതായത് നമ്മൾ പറയുമല്ലോ ഈ ഒതുക്കൽ ചവിട്ടൽ എന്നൊക്കെ പറഞ്ഞല്ലോ, അത് അദ്ദേഹത്തിന് അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകളെ അവിടുത്തെ ഒരു ലോബി, നോർത്ത് ഇന്ത്യൻ ലോബി, അത് അഭിനയമായാലും പാട്ടായാലും ഒക്കെ ഒതുക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ യേശുദാസിൻ്റെ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ അത് യേശുദാസിൻ്റെ ശബ്ദം തന്നെയാണ്. അത് വേറൊരാൾക്കും അവിടുത്തെ വേറൊരാൾക്കാർക്കൊന്നും ആ ഒരു വോയിസ് അല്ല. അത് തന്നെയാണ് യേശുദാസ് അവിടെ കൊണ്ടുവന്നിട്ട് ഒരു സ്പേസ് ഒക്കെ അവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ യേശുദാസ് കാരണം കുഴപ്പത്തിൽ പെട്ടുപോയ കുറച്ച് ഗായകരുണ്ട്. അപ്പോൾ അതിലൊന്നാണ് നമ്മുടെ കെ ജെ മാർക്കോസ്. ഇപ്പോൾ കെ ജെ മാർക്കോസ് വെള്ളയിട്ട് യേശുദാസിനെ പോലെ താടിയും വെച്ച് നടക്കുന്നത് ഇപ്പോഴും അദ്ദേഹം അങ്ങനെയാണ്. അദ്ദേഹം ശരിക്കും ഒരുപാട് ക്രിസ്ത്യ ഭക്തി ഗാനങ്ങളാണ്. സിനിമയിൽ അദ്ദേഹം അങ്ങനെ ഭയങ്കരമായിട്ട് പാടിയിട്ടുണ്ട്, ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഞാൻ വെള്ളയും ഇട്ട് നടക്കുന്നത് എൻ്റെ അച്ഛൻ ഡോക്ടറായിരുന്നു, അതുകൊണ്ട് വെള്ളയും വെള്ളിട്ട് നടന്നു. പിന്നെ ഞാൻ ഇത്തിരി മെലിഞ്ഞിട്ടാണ്, എൻ്റെ മുഖം ഇത്തിരി ഒരു ചെറുതാണ്, അല്ലെങ്കിൽ ഭയങ്കര വണ്ണം കുറവാണ് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ താടി വളർത്തിയത്. പക്ഷെ അത് യേശുദാസിനെ അനുകരിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്ന് ആളുകൾ അങ്ങ് പറഞ്ഞു വരുത്തി. അത് എന്നെ കരിയറിൽ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം യേശുദാസിൻ്റെ തരംഗണി സ്റ്റുഡിയോ. അപ്പോൾ തരംഗണി സ്റ്റുഡിയോയിലാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലാ പാട്ടുകളും റെക്കോർഡിങ് നടക്കണം നമ്മുടെ മലയാളത്തിലെ തരംഗണി സ്റ്റുഡിയോയിലാണ്. അപ്പോൾ തരംഗണി സ്റ്റുഡിയോയിൽ പാടാൻ വേണ്ടി പോയപ്പോൾ യേശുദാസുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ എൻ്റെ ശബ്ദം കുറച്ച് അവിടെ പോലെ സ്പീഡ് കൂട്ടുക അല്ലെങ്കിൽ ബാസ് കൂട്ടുക, അതായത് ഞാൻ പാടിയതല്ല ഔട്ട് ഇറങ്ങിയിരിക്കുന്നത്, അങ്ങനെ എന്നെ തകർക്കാൻ യേശുദാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരിക്കലും യേശുദാസ് അദ്ദേഹം പറയില്ല, യേശുദാസുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ ഒരു ആരോപണമൊക്കെ മാർക്കോസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അഭിജിത്ത് കൊല്ലം എന്ന് പറഞ്ഞ ഒരു ഗായകൻ, വളരെ നല്ലൊരു ഗായകനാണ്. ഈ പറഞ്ഞ പോലെ വളർന്നു വന്ന ഈ പറഞ്ഞ പോലെ തന്നെ ആൽബങ്ങളിലൂടെയും നമ്മുടെ കാസറ്റുകളിലും ഈ പറഞ്ഞ അങ്ങനത്തെ ഒക്കെ കേട്ടിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ വന്ന ശേഷമാണ് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു പാട്ടിന് ഫൈനൽ റൗണ്ടിൽ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അന്ന് മികച്ച ഗായങ്ങൾ അവാർഡ് കിട്ടേണ്ടടുത്ത് അദ്ദേഹത്തിന് കിട്ടിയില്ല. കാരണം പറഞ്ഞ യേശുദാസിനെ അനുകരിക്കുന്നു, അതായത് അദ്ദേഹത്തിൻ്റെ സൗണ്ട് യേശുദാസിനെ പോലെ ആയി അല്ലെങ്കിൽ യേശുദാസിനെ അനുകരിക്കുന്നു എന്ന രീതിയിൽ
അതൊരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാരണമൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് അദ്ദേഹത്തിനെ എന്താ പറയുക മാറ്റി നിർത്തിയത്. അത് കാരണം പക്ഷെ പല ഗായകരും പറയാറുണ്ട് യേശുദാസ് ജീവിച്ചിരിക്കുന്ന ഒരു സമയത്ത് യേശുദാസിന്റെ ഒപ്പം ഞങ്ങൾക്ക് പാടാൻ പറ്റിയതും യേശുദാസിന്റെ ഗാനങ്ങൾ കേൾക്കാൻ പറ്റിയതൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു യേശുദാസ് ഈ പറയുന്ന കുറേ കാലം കഴിഞ്ഞ ശേഷം അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കൂടുതൽ ഈ കർണാട്ടിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ അദ്ദേഹം ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഇടക്കാലത്ത് അദ്ദേഹം സിനിമാ പാട്ടുകൾ ഒന്ന് അദ്ദേഹം സ്വയം കുറച്ച് തുടങ്ങിയിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് നമുക്കറിയാം രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഹിസനസ് അബ്ദുള്ളയും ഭരതൊക്കെ പോലത്തെ ഒരു 90s ഒക്കെ ഒരു തുടക്കം അങ്ങോട്ട്, പ്രത്യേകിച്ച് നമ്മുടെ മോഹൻലാൽ സിനിമകളിലെ ശക്തമായിട്ടുള്ള പാട്ട് ഒരു തിരിച്ചുവരവ് തന്നെ. തിരിച്ചുവരവ് അദ്ദേഹം എവിടെ മാറിപ്പോയതല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു 90s ശേഷമുള്ള യേശുദാസിന്റെ പാട്ടുകളായിരിക്കും ഇന്ന് നമ്മൾ 90s കിഡ്സിനൊക്കെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഹിസനസ് അബ്ദുള്ളയും ഭരതവും കമലദളവും അവിടെ നിന്ന് അങ്ങോട്ട്. പിന്നീട് വിദ്യാസാഗർ വന്ന ശേഷം വിദ്യാസാഗറിന്റെയും പാട്ടുകൾ നമുക്കറിയാം. ഈ പറഞ്ഞ പോലെ അഴകിരാമനുള്ള പാട്ടുകളായാലും കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് പ്രണയവർണ്ണങ്ങൾ, അങ്ങനെ വിദ്യാസാഗറിന്റെ പാട്ടുകൾ. അദ്ദേഹത്തിന്റെ ഒരു വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേം നസീറിന്റെ കാലം മുതൽ അങ്ങോട്ടുള്ള കുഞ്ചാക്കോ ബോബൻ വരെയുള്ള ആർട്ടിസ്റ്റുകൾ യേശുദാസ് പാടിയിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു വോയിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ പ്രിയെ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ അന്ന് കുഞ്ചാക്കോ ബോബനൊക്കെ ഒരു 20 വയസ്സുള്ളൂ, പക്ഷേ യേശുദാസിന് അന്നും ഉണ്ടാവും 50 വയസ്സ് 60 വയസ്സിൻ്റെ അടുത്തൊക്കെ പറയാം. പക്ഷെ നമുക്ക് ആ ഒരു വോയിസ് ഒക്കെ ഒരു കൗമാരക്കാരൻ പാടുന്ന ഒരു ശബ്ദത്തിൽ വരെ അദ്ദേഹം പാടുന്നതാണ്. അത്ര ഒരു മാധുര്യം എന്നൊക്കെ പറയുന്നത് അതൊരു ഗിഫ്റ്റഡ് ഒരു വോയിസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ്സ് ഒരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടുന്ന സമയത്ത് മറ്റു പലർക്കും കിട്ടി എന്നും പറഞ്ഞു കുറേ കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നായിരുന്നു നമ്മുടെ ഹിസനസ് അബ്ദുള്ളയിൽ MG ശ്രീകുമാറിന് നാദരൂപിണി എന്ന് പറയുന്ന ഒരു പാട്ടിനാണ്. അന്ന് ആ ഒരു സിനിമയിൽ ആകെ ഒരു ഒറ്റ പാട്ട് മാത്രമേ MG ശ്രീകുമാർ പാടിയിട്ടുള്ളൂ. ആ ഒരു പാട്ടിനാണ് MG ശ്രീകുമാറിന് അവാർഡ് കിട്ടിയിട്ട്. പക്ഷെ അന്ന് അപ്പുറത്ത് യേശുദാസ് മറ്റ് ഹിറ്റ് പാട്ടുകൾ പാടിയിട്ട് യേശുദാസിന് അവാർഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ കോൺട്രവേഴ്സി ഉണ്ട്. ഇതേപോലൊരു കോൺട്രവേഴ്സി വാസന്തി ലക്ഷ്മി പിന്നെ ഞാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ ചാന്തുകൂട്ടും ചെങ്കീലസം എന്ന് പറഞ്ഞ പാട്ടിനാണ് MG ശ്രീകുമാർ നാഷണൽ അവാർഡ് കിട്ടി. അതിൻ്റെ അപ്പുറത്ത് അല്ലക്കണ്ണ എന്ന് പറയുന്ന ഒരു പാട്ട് യേശുദാസ് പാടിയിട്ടുണ്ടായിരുന്നു. വേറെ സിനിമകളുണ്ടായിരുന്നു, പക്ഷേ യേശുദാസ് പാടിയ പാട്ടുകളിൽ അത്രയൊന്നും ഇതെത്തിയിട്ടില്ല. അതായത് MG ശ്രീകുമാർ നല്ല ഗായകനാണ്, അദ്ദേഹം മികച്ച പാട്ടുകൾ വേറെ പാടിയിട്ടുണ്ട്. പക്ഷേ ഈ 2 പാട്ടിനും എന്തിനാ അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തു എന്നും പറഞ്ഞ് കോൺട്രവേഴ്സികൾ പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കോൺട്രവേഴ്സികളും അല്ലാതെയും ഒക്കെ കുറേ നമ്മൾ കേട്ടിട്ടുണ്ട്. കുറേ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറേ കൗതുകരമായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും യേശുദാസിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. അത് പറയുകയാണെങ്കിൽ ഇവരുടെ 50,000 പാട്ടുകൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പം നമുക്കൊന്നും അറിയാത്ത യേശുദാസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ അധികം അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒന്നും അധികം ശ്രമങ്ങൾ, കുറച്ച് സിനിമകളൊക്കെ അവിടെ ഇവിടെയൊക്കെ അഭിനയിച്ചിട്ടുള്ളതല്ലാതെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആഗ്രഹം എന്ന് പറയുന്ന രാജസേനൻ്റെ ഒരു സിനിമ. അതിലാണ് നടൻ ദേവൻ്റെ ഒറിജിനൽ പേര് മോഹൻ. അദ്ദേഹം ഒരു പ്രൊഡ്യൂസറായിട്ട് വന്നാണ് അദ്ദേഹം അഭിനയിച്ചത്. ശരിക്കും അതിലൊരു ഗായകൻ്റെ, അതായത് എനിക്കൊന്ന് മദ്യപിച്ച് ജീവിതം ഒക്കെ എന്താ പറയുക ലക്കിട്ട് പോകുന്ന ഒരു കഥാപാത്രമാണത്. അത് അന്ന് ഇവരാദ്യം യേശുദാസിനെ ആലോചിച്ചാലോ എന്നൊക്കെ ചിന്തിച്ചന്ന് യേശുദാസിനെ ഒരു മുഴുനീള നായകനായിട്ട് കൊണ്ടുവന്നാലോ. പക്ഷെ ഈ മദ്യം എന്ന് പറയുന്നതിൻ്റെ യേശുദാസ് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഒരു മദ്യപാനിയായിട്ട് യേശുദാസ് അഭിനയിക്കില്ല എന്ന് ഇവർക്ക് അറിയാം. കാരണം രാജസേനൻ്റെ ഇൻ്റർവ്യൂ തന്നെ രാജസേനൻ പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും ദാസേൻ്റെ അടുത്ത് പോയി ചോദിക്കാനൊക്കെ ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വേറെ റിപ്പോർട്ട് ഇവിടെ വായിച്ചിട്ടുണ്ട്, യേശുദാസിനെ ഇവർ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ യേശുദാസിന് ഒരിക്കലും പാട്ടിൻ്റെ തരത്തിൽ അഭിനയിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് യേശുദാസ് അഭിനയിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ അതിലൊക്കെ ആ സിനിമ പിന്നെ അതങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടൊന്നുമില്ല. പക്ഷേ യേശുദാസ് എനിക്ക് തോന്നുന്നു ഇന്നൊക്കെ നമ്മൾ അറിയാം പല പാട്ടുകാരൊക്കെ അവർ സെലിബ്രിറ്റീസാണ്. അതായത് അവർ സ്വയം ഈ പറഞ്ഞ പോലെ തന്നെ അഭിനയിക്കുന്നുണ്ട്, അവർ ആൽബംസ് അഭിനയിക്കുന്നുണ്ട്, അവർ സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്, അവർ റീൽസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ യേശുദാസിൻ്റെ പാട്ടുകളിലൂടെയാണ് നമ്മൾ യേശുദാസിനെ ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം ഒരിക്കലും ഒരു അഭിനയം അല്ലെങ്കിൽ ആ ഒരു മേഖലയിലോട്ടൊന്നും അദ്ദേഹം വന്നിട്ടില്ല. എന്തായാലും ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ യേശുദാസിനെ രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മളോട് ഷെയർ ചെയ്യാം.